ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും യാക് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ലെസൻ്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തിലെ സോഷ്യോ എക്കോണമിക്കൽ കണ്ടീഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻസ്. നമ്മുടെ ഈ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനമായിട്ട് അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തേത് ഒരുപാട് കാസ്റ്റും അതോടൊപ്പം തന്നെ റിലീജിയൻസും ഉണ്ടായിരുന്നു. And Brahmins were the dominant groups in the society. They were entitled to the revenue from the land allotted to the temples. Brahmins used to lead the rituals and religious ceremonies in the temples. Other sections of the society were mainly engaged in agriculture, trade, and handicrafts. Kings employed women to prepare accounts of the royal palace and decorate gardens. അപ്പോൾ ശ്രദ്ധിക്കുക, വിജയനഗര സാമ്രാജ്യത്തിലെ സമൂഹം എന്ന് പറയുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. ഇനി ഇവരുടെ ഈ ഒരു സൊസൈറ്റിയിലെ സമൂഹത്തിലെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഏറ്റവും മുകൾ തട്ടിലുള്ള വിഭാഗം എന്ന് പറയുന്നത് ആരാണ്? ബ്രാഹ്മണർ. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ദ ലാൻഡ് അലോട്ടഡ് ടു ദി ടെമ്പിൾസ്. രാജാക്കന്മാർ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകിയിട്ടുള്ള ഭൂമിയിലെ വരുമാനങ്ങൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? ബ്രാഹ്മിൻസ് ആയിരുന്നു. ബ്രാഹ്മിൻസ് യൂസ്ഡ് ടു ലീഡ് ദി റിച്വൽസ് ആൻഡ് റിലീജിയസ് സെറിമണീസ് ഇൻ ദി ടെമ്പിൾസ്. ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി ബ്രാഹ്മിൻസ് ചെയ്തിരുന്നു. അതർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി വർ മെയിൻലി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. സമൂഹത്തിലെ മറ്റു വിഭാഗത്തിലുള്ള ആളുകൾ പ്രധാനമായിട്ടും കാർഷിക ജോലികളിലും കച്ചവടത്തിലും അതേപോലെ തന്നെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലുമായിരുന്നു ഏർപ്പെട്ടിരുന്നത്. ഇനി നമ്മുടെ ഈ വിജയനഗര സാമ്രാജ്യത്തിലെ സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും 2 ജോലികളായിരുന്നു കിങ്സ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദി റോയൽ പാലസ് ആൻഡ് ഡെക്കറേറ്റ് ഗാർഡൻസ്. ഒന്നാമത്തേത് റോയൽ പാലസിലുള്ള അക്കൗണ്ട്സും കാര്യങ്ങളുമെല്ലാം കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, കണക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുക. രണ്ടാമത്തേതോ ടു ഡെക്കറേറ്റ് ദി ഗാർഡൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. പോളിഗാമി പ്രിവെയിൽഡ് അമംഗ് ദി വെൽത്തി. എന്താണ് പോളിഗാമി എന്ന് വെച്ചാൽ ആർക്കെങ്കിലും അറിയോ? പോളിഗാമി എന്ന് വെച്ചാൽ ബഹുഭാര്യത്വം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവർക്കിടയിൽ നിലനിന്നിരുന്നൊരു കാര്യമാണ് ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. വെച്ചാൽ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നു പുരുഷന്മാർ, സമൂഹത്തിലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ. ആൻഡ് ചൈൽഡ് മാരേജ് ആൻഡ് പ്രാക്ടീസ് ഓഫ് സതി വെർ ഓൾസോ പ്രിവലന്റ് ഇൻ ദി സൊസൈറ്റി. ചൈൽഡ് മാരേജ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ചൈൽഡ് മാരേജ് എന്ന് വെച്ചാൽ? ശൈശവ വിവാഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവർക്കിടയിൽ നിലനിന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചെറിയ കുട്ടികളെ എന്ത് ചെയ്യുമായിരുന്നു? വിവാഹം കഴിപ്പിച്ച് വിടുമായിരുന്നു. ഇനി അതുകൂടാതെ ഒരു സോഷ്യൽ ഈവിൾ അഥവാ ഒരു സമൂഹത്തിലുള്ള ഒരു ഈവിളാണ് ഇത്. ഏത് ഈവിൾ പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ സതി എന്ന് പറയുന്നത്. ഇനി എന്താണ് സതി എന്ന് വെച്ചാൽ ഭർത്താവ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിതയിലേക്ക് തന്നെ ഭാര്യയും എടുത്തു ചാടി മരിക്കുക എന്നുള്ള ഒരു സിസ്റ്റം. ഇതൊക്കെ സൊസൈറ്റിക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എവിടെ പ്രിവെയിൽ ചെയ്തിരുന്നു? വിജയനഗര സാമ്രാജ്യത്തിൽ പ്രിവെയിൽ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇനി വിജയനഗര സാമ്രാജ്യത്തിലേക്ക് വന്നിട്ടുള്ള പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ഡൊമിംഗോ പൈസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്രാവലോഗിൽ രേഖപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ്. ഗോയിങ് ഫോർവേഡ് യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. In this street live many merchants, and there you will find all sort of rubies, diamonds and emeralds and pearls and cloths. അപ്പോൾ പറയാണ്, വിജയനഗര സാമ്രാജ്യത്തിലേക്ക് എത്തിയിട്ടുള്ള സഞ്ചാരിയായിട്ടുള്ള പോർച്ചുഗീസ് ട്രാവലർ കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്തുണ്ട്? ഇവിടുത്തെ സ്ട്രീറ്റുകളിൽ ഒരുപാട് കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്? റൂബീസ് ഉണ്ട്. എന്താ റൂബീസ് എന്ന് വെച്ചാൽ? മാണിക്യക്കല്ലുകൾ. ഇനി ഡയമണ്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം വജ്രങ്ങൾ. എമറാൾഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? മരതക കല്ലുകൾ. പേൾസ് മുത്തുകൾ, അതേപോലെ തന്നെ വസ്ത്രങ്ങളെല്ലാം തന്നെ ഇവർ കച്ചവടം ചെയ്യും. ആൻഡ് ദെൻ എ ഫെയർ വേർ ദേ സെൽ ഹോഴ്സസ് ആൻഡ് ഓറഞ്ചസ് ആൻഡ് ഗ്രേപ്സ് ആൻഡ് വുഡ്സ്. ഇനി ഇവിടെ ചില മേളകൾ നടക്കാറുണ്ട്. ഈ മേളകളിൽ ഇവരെന്ത് ചെയ്യും? കുതിര കച്ചവടം ചെയ്യാറുണ്ട്. ഓറഞ്ച്, ഗ്രേപ്സ്, അതേപോലെ തന്നെ വുഡ്, തടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവരെന്ത് ചെയ്യും? കച്ചവടം ചെയ്യുമായിരുന്നു. Many travelers who visited that country recorded the grandeur and richness of the Vijayanagara Empire. അപ്പോൾ ഈ ഒരു സാമ്രാജ്യത്തിലേക്ക് വന്നിട്ടുള്ള ട്രാവലേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തിയും അതേപോലെ തന്നെ മഹത്വവും എല്ലാം തന്നെ ഗ്രാൻഡ്ഷർ എന്ന് വെച്ചാൽ എന്താണ്? മഹത്വം. അതോടൊപ്പം തന്നെ സമ്പത്തിനെ കുറിച്ചും എല്ലാം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എക്കോണമിക്കൽ ഡെവലപ്മെൻറ്റിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻകത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ വാസ് അഗ്രികൾച്ചർ. ഇവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട
വരുമാന മാർഗം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയുടെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്താണ്? കൃഷിയായിരുന്നു, അഗ്രികൾച്ചറിലായിരുന്നു. കൂടാതെ തന്നെ സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് ഒരു കോമൺലി യൂസ്ഡ്. ഇവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് എന്താണ്? സിൽക്കും പിന്നെ അതോടൊപ്പം തന്നെ കോട്ടൺ വസ്ത്രങ്ങളുമാണ്. ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ദി എറിഡ് ഏരിയാസ് അറൗണ്ട് വിജയനഗര സിസ്റ്റം. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ എറിഡ് ഏരിയാസ് എന്ന് വെച്ചാൽ എന്താണ്? വരണ്ട ഭൂപ്രദേശങ്ങൾ, വെള്ളം തീരെ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇവരെന്തൊരുക്കുമായിരുന്നു? കൃഷിക്ക് വേണ്ടി ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുമായിരുന്നു. ഇതിന് ഉദാഹരണമാണ് ദ കമലാപുരം ലേക്ക് 15-ാം നൂറ്റാണ്ടിൽ കൺസ്ട്രക്ട് ചെയ്തതും ഹിരിയ കനാലും. അതുകൂടാതെ തന്നെ തുംഗഭദ്ര റിവറിൻ്റെ കുറുകെയായിട്ട് അക്രോസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിലെ അഗ്രികൾച്ചറൽ സെക്ടറിനെ എന്ത് ചെയ്തു? നല്ല രീതിയിൽ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരികയും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇവരുടെ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലാണ്. ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രധാനമായിട്ടും അഗ്രികൾച്ചറിലാണ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. രണ്ടാമത്തേത് എറിഡ് ഏരിയാസിൽ ഇവർ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. അതിനുദാഹരണമാണ് കമലാപുരം ലേക്കും ഹിരിയ കനാലും അതേപോലെ തന്നെ തുംഗഭദ്ര നദിക്ക് കുറുകെയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഡാം എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ഇവരുടെ പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നതാണ് ഇവർ ലാൻഡ് ടാക്സ് കളക്ട് ചെയ്തിരുന്നു, ഭൂനികുതി. ഇനി അതുകൂടാതെ തന്നെ പ്രൊഫഷണൽ ടാക്സ്. എന്താ പ്രൊഫഷണൽ ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോരോ പ്രൊഫഷനുണ്ട്, ജോലിയുണ്ട് അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ നികുതി ഇവരെന്ത് ചെയ്യണം? കൊടുക്കണമായിരുന്നു. പിന്നെ ബിൽഡിംഗ് ടാക്സ് ഉണ്ട്, കെട്ടിട നികുതിയുണ്ട്, ലൈസൻസ് ഫീസുകളുണ്ട്. ഇനി അതുകൂടാതെ തന്നെ ഫൈൻസ് ഇമ്പോസ്ഡ് ബൈ ദി കോടതികൾ എന്ത് ചെയ്യുമായിരുന്നു? ചില ക്രൈംസ് എല്ലാം ചെയ്യുന്ന ആളുകൾക്ക് ഫൈൻസ് ഇമ്പോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നികുതികളെല്ലാം തന്നെ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു എക്കോണമിക്കൽ സോഴ്സ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. വിജയനഗര ഡെവലപ്മെൻറ്റ് മേജർ ട്രേഡിംഗ് സെൻറ്റേഴ്സ്. മൂന്നാമത്തെ ഇവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നതാണ് ഇവർ പ്രധാനമായിട്ടും കച്ചവട കേന്ദ്രങ്ങളായിട്ട് ഇവരുടെ ഈ ഒരു സാമ്രാജ്യത്തിൽ ഒരുപാട് കച്ചവട കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത്. ആൻഡ് മെനി ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ഇന്ത്യ ദി ട്രേഡേഴ്സ് ഫ്ലോക്ഡ് ടു ദി ഫേമസ് സിറ്റി ഓഫ് വിജയനഗര. ഈ ഒരു വിജയനഗര സാമ്രാജ്യത്തിലേക്ക് കൂട്ടമായിട്ട്, ഫ്ലോക്ഡ് എന്ന് വെച്ചാൽ എന്താണ്? കൂട്ടമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കച്ചവടക്കാരെത്തുമായിരുന്നു. ദ റൂളേഴ്സ് ഗ്രേറ്റ്ലി എൻകറേജ്ഡ് ഫോറിൻ ട്രേഡ്. ഈ ഒരു വിദേശ വ്യാപാരത്തെ നമ്മുടെ രാജാക്കന്മാരും എന്ത് ചെയ്തിരുന്നു? നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദ പോർച്ചുഗീസ് അറബ്സ് ഹാഡ് മോണോപ്പൊളി ഓവർ ദി ഫോറിൻ ട്രേഡ്. വിദേശ വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ മൊണോപ്പൊളി അഥവാ കുത്തക ഉണ്ടായിരുന്നത് ആർക്കാണ്? പോർച്ചുഗീസുകാർക്കും അതോടൊപ്പം തന്നെ അറബികൾക്കുമായിരുന്നു. ആൻഡ് ട്രേഡ് വാസ് ഓൾസോ ഡൺ വിത്ത് ചൈന ആൻഡ് ശ്രീലങ്ക. ഇത് കൂടാതെ ചൈനക്കാരുമായിട്ടും ശ്രീലങ്കക്കാരുമായിട്ടും എന്ത് ചെയ്തിരുന്നു? പ്രധാനമായിട്ടും കച്ചവടം ചെയ്തിരുന്നു. ഇനി ഇവരുടെ ട്രേഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡ് എന്ന് പറയുന്നതാണ് ഹോഴ്സ് ട്രേഡ് എന്ന് പറയുന്നത്. ഈ ഹോഴ്സ് ട്രേഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പീപ്പിൾ എന്ന് പറയുന്നത് അറബികളാണ്. ഇവർ പ്രധാനമായിട്ടും അറേബ്യയിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നും കുതിരകളെ കൊണ്ടുവന്ന് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൽ കച്ചവടം ചെയ്യുമായിരുന്നു. ഇനി ഇത് കൂടാതെ കുതിര കച്ചവടം ചെയ്തിരുന്ന ലോക്കൽ ട്രേഡേഴ്സിനെ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത്, പ്രാദേശികമായിട്ടുള്ള കുതിര കച്ചവടക്കാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ കുതിര ചെട്ടീസ് എന്ന് പറയുന്ന പേരിലാണ്. പതിയെ അറബികളുടെ അടുത്ത് നിന്ന് നമ്മുടെ ഈ ഒരു ട്രേഡിൻ്റെ ഇത് ആര് പിടിച്ചെടുത്തു? നമ്മുടെ പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തു. ആൻഡ് ഇൻകം ഫ്രം ട്രേഡ് സ്ട്രെങ്തൻ ദി നേഷൻസ് എക്കോണമി. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നിന്നുള്ള ഇൻകം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ത് ചെയ്തു? നല്ല രീതിയിൽ പുരോഗതിയിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട എക്കോണമിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ കൂടിയാണ്. രണ്ടാമത്തേത് അവർ ഒരുപാട് ടാക്സുകൾ, ലാൻഡ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ടാക്സ് എന്ന് പറഞ്ഞ് ഒരുപാട് നികുതികൾ പിരിച്ചിരുന്നു. മൂന്നാമതായിട്ട് അവരുടെ ട്രേഡിംഗ് സെൻറ്റേഴ്സ് അവർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അവരുടെ എക്കോണമിയിലേക്ക് കൊണ്ടുവന്നു എന്ന് കണ്ടു. നൗ ദി ലാസ്റ്റ് കോൺസെപ്റ്റ്, കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര സാമ്രാജ്യത്തിലെ കൾച്ചറൽ ലൈഫ്, സാംസ്കാരികമായിട്ടുള്ള പുരോഗതി അഥവാ സാംസ്കാരിക ജീവിതം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു ടെമ്പിളിൻ്റെ ചിത്രം കാണാനായിട്ട് സാധിക്കും. ഹസറ റാം ടെമ്പിൾ ഇൻ ഹംപിയിലുള്ള ഹസാര റാം ടെമ്പിൾ എന്ന് പറയുന്നത്, ഇത് അവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഹംപി എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്തെ ക്ഷേത്രം നമുക്ക് കാണാം, വിത്തല സ്വാമി ടെമ്പിൾ ഇൻ ഹംപി. കാണാം അല്ലേ? യെസ്, ഫൈൻ. During the Vijayanagara period, the cultural life also made great progress. Many schools were established for the study of Vedas and Shastras. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കുന്നതിന് വേണ്ടി വിജയനഗര സാമ്രാജ്യത്തിൽ ഒരുപാട് സ്കൂളുകൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. And the Vijayanagara period witnessed unprecedented growth in the field of art, literature, sculptures and literature.
ആർട്ട് കലകളിലും ആർക്കിടെക്ചർ വാസ്തുവിദ്യയിലും സ്കൾപ്ചേഴ്സ് ശില്പകലയിലും അതോടൊപ്പം തന്നെ സാഹിത്യത്തിലും ഇനി അതേപോലെ തന്നെ മ്യൂസിക്കിലും എല്ലാം തന്നെ നമ്മുടെ വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്തു, വളരെ വലിയ പുരോഗതി കൈവരിച്ചിരുന്നു. ആൻഡ് കിങ് ദ കൃഷ്ണദേവരായ, നമ്മുടെ കൃഷ്ണദേവരായ എന്ന് പറയുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു ഇതിനെല്ലാം എന്ത് കൊടുത്തിരുന്നത്, നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അവിടെയുള്ള സ്കൾപ്ചേഴ്സ് ശില്പവിദ്യയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ദ്രവീഡിയൻ സ്റ്റൈലാണ്. ദ്രവീഡിയൻ സ്റ്റൈലിലുള്ള സ്കൾപ്ചേഴ്സ് ആണ്, ശില്പവിദ്യകളാണ് ഇവരെന്ത് ചെയ്തിരുന്നത്, പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നത്. ഇനി ഇവരുടെ ടെമ്പിൾസിൻ്റെ കവാടമായിട്ട് ജൈജാൻറ്റിക് ടെമ്പിൾ ഗേറ്റ്സ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവരുടെ ഈ ക്ഷേത്രങ്ങളുടെ മുന്നിലായിട്ട് വലിയ ഗോപുരംസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഗേറ്റുകൾ ഇവരെന്ത് ചെയ്യുമായിരുന്നു, നിർമ്മിക്കുമായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. Now, the field of literature also made a tremendous progress during this period. ഈ ഒരു കാലഘട്ടത്തിൽ സാഹിത്യ മേഖലയിലും ഇവരെന്ത് ചെയ്തു, വളരെ വലിയ പുരോഗതി കൈവരിക്കുകയുണ്ടായി. അതിനുദാഹരണമാണ് ന്യൂമറസ് സാൻസ്ക്രിത് വർക്ക്സ് were also translated into many regional languages during this period. സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള കൊളോക്കിയൽ അഥവാ റീജിയണൽ ലാംഗ്വേജസിലേക്ക്, പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്തിരുന്നു. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള, ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒന്നാണ് ഇത് തെലുങ്കു ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. തെലുങ്കു സാഹിത്യങ്ങൾ വളരെയധികം ഫ്ലറിഷ് ചെയ്തിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാഠത്തിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓരോ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്തും മൊത്തത്തിൽ വായിച്ചു പോയാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. പകരം അതിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.